ബി.ജെ.പിയിൽ നിന്നും കലിയൂർ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ CPM ചെലവാക്കിയത് ലക്ഷങ്ങളാണ്. ഭരണം നേടാൻ 10 ലക്ഷം രൂപയാണ് CPM ചെലവഴിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം നേമം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് ഭരണം പിടിക്കാൻ CPM നടത്തിയ കള്ളക്കളി പുറത്തായത്. 10 ലക്ഷം രൂപയിൽ 6 ലക്ഷം രൂപ നൽകാനുണ്ട്. ഇത് എങ്ങനെ നൽകുമെന്ന ചോദ്യം യോഗത്തിൽ ഉയർന്നിരുന്നു. ഇതോടെയാണ് സംഭവം പുറത്തായത്. സഹകരണ ബാങ്കിൽ നിന്നും പണം വായ്പയെടുത്ത് ഇത് നൽകാനാണ് ധാരണയായത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെയായിരുന്നു പണമിടപാട്. പാർട്ടി കമ്മിറ്റി അറിയാതെ പണം ചെലവഴിച്ചതിൽ അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഇതിനായി പരാതി നൽകാനും അവർ ഒരുങ്ങിയിരിക്കുകയാണ്. 10 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ ലോക്കൽ കമ്മിറ്റി നേതാവാണ് നൽകിയത്. ഭരണം നേടിയ സാഹചര്യത്തിൽ ബാക്കി കൂടി ഉടൻ നൽകണം. ഇതിന് വഴിയില്ലാതെ ആയതോടെയാണ് വായ്പ എടുക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ വായ്പ തിരിച്ചടയ്ക്കാമെന്നാണ് ധാരണ. കഴിഞ്ഞ വർഷം ജൂണിലാണ് ബി.ജെ.പിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്ന LDF പഞ്ചായത്തിൽ ഭരണം നേടിയെടുത്തത്. അവിശ്വാസത്തെ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ഓരോ അംഗം പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇതോടെയായിരുന്നു അവിശ്വാസം വിജയിച്ചത്. ഇതിൽ കോൺഗ്രസ് അംഗത്തിന് ഉപാധ്യക്ഷ സ്ഥാനം നൽകിയായിരുന്നു LDF ഭരണം പിടിച്ചെടുത്തത്. അതേസമയം കൊടുങ്ങല്ലൂരിൽ CPM-ൽ ആഭ്യന്തര കലാപം തുടരുന്ന ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി നേതൃസ്ഥാനം മാത്രമല്ല, നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചാണ് നേതാക്കൾ പുറത്തുപോയിരിക്കുന്നത്. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിക്കഴിഞ്ഞു. കൗൺസിലർമാർ രാജിവെക്കുന്നതോടെ നഗരസഭാ കൗൺസിൽ LDF-ന് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നതാണ് സ്ഥിതി. CV വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തോടുള്ള പ്രതിഷേധ സൂചകമാണ് ഈ രാജി. 2 കൗൺസിലർമാർ നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെക്കുകയാണെന്നാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ബിനിൽ, രവീന്ദ്രൻ നടുമുറി എന്നീ കൗൺസിലർമാരാണ് രാജിവെച്ചിരിക്കുന്നതായി പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇവർ രാജിവെച്ചതിനാൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണം LDF-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.